ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അത്ര സുഖത്തിലൊന്നും അല്ല കേട്ടോ. ഇന്ന് മുകളിൽ കയറി വന്നപ്പോഴേ എൻ്റെ മുരുക്കെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് പൂത്ത് നിന്നതെല്ലാം കൂടെ ഇങ്ങനെ മഞ്ഞിച്ച് ഇലയൊക്കെ ആകെ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഇതെന്താ ഇങ്ങനെ വരുന്നതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചെടികൾക്കെല്ലാം ചെറിയൊരു മഞ്ഞപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ചെടിച്ചട്ടികളിലൊക്കെയാണ് ഇങ്ങനെ ചെടി നട്ടിരിക്കുന്നത്. എല്ലാം പൂത്തും തളർത്തും നിന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ വാടി നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. മുരുക്ക് ഇങ്ങനെ പോകുന്നത് എന്താണ്, ഇതിനെന്താ ചെയ്യേണ്ടത്, പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. പിന്നെ ഈ ഒരു ചീര കേട്ടോ, എനിക്കൊരു ആൻറ്റി തന്നതാണ്. ഇത് എന്ത് ചീരയാണെന്ന് എനിക്കറിയത്തില്ല. ചീര തന്നെയാണെന്ന് തോന്നി ഞാനിന്ന് കറി വെച്ചു. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഇന്ന് അച്ഛൻ്റെ അങ്കത്തട്ടമാണ് എന്ന്. അതായത് കണ്ടോ, എൻ്റെ അടുക്കള മുഴുവനും മാവിൻ്റെ കളവാക്കി വെച്ചിരിക്കണം. എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. കുറേ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് അച്ഛയാണ് രാവിലത്തെ ടിഫിന്. അപ്പോൾ കുറുമ, ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഇട്ട് കുറുമയും വെച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക്. അപ്പം ഞാൻ ചോറിന് വേണം ഞാൻ ഇനി കറി വെച്ചിട്ട് ചീരയും തോരൻ വെക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ക്യാബേജ് അരിഞ്ഞ് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പൊക്കെ വേവിച്ചിട്ടോ. ക്യാബേജിൽ നിന്ന് എന്ത് വന്നപ്പോൾ മസാലയൊക്കെ ഇട്ട് പരിപ്പൊക്കെ ഇട്ട് വെച്ചു. എനിക്കെന്തോ ഇന്ന് മേളിൽ പോയി ആ മുരുക്ക് കണ്ടിട്ട് വന്നതിന് ശേഷം എൻ്റെ മനസ്സാകെ അങ്ങ് ഉടഞ്ഞതുപോലെ. ഞാനൊരു വീഡിയോ കണ്ട് മുരുക്കിന് അത്രയും വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ 2-3 ദിവസമായിട്ട് വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു. ഇനി അതിൻ്റെ ആണോ ഞാൻ തന്നെയാണോ ചെയ്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര സങ്കടം. ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ചീരയും ഒലത്ത് വെച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ചീര വീട്ടിൽ കിട്ടുന്ന ചീര എന്തായാലും നല്ലതല്ലേ. അപ്പോൾ അതും കൂടെ വെച്ചു. സാമ്പാർ വെച്ചു കേട്ടോ. പിന്നെ ചച്ച ഉണ്ടാക്കിയത് ആദ്യം ചപ്പാത്തിക്കാണെന്നും പറഞ്ഞ് ഉരുട്ടി. പിന്നെ ഞാൻ പറഞ്ഞാൽ പൂരി ഉണ്ടാക്കാൻ കുറേ നാളായില്ലേ എന്നും പറഞ്ഞ് ഞാൻ പൂരി ഉണ്ടാക്കി കേട്ടോ. പൂരി ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നാളായി. ഇന്ന് പിള്ളേരും പിന്നെ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് വീട്ടിലല്ലേ. മഴ സമയത്ത് പൂരി ഇരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവാണ്. എന്നാലും ഇപ്രാവശ്യം നല്ല മാവാണ് കിട്ടിയത് തൊട്ട്. ചില സമയത്ത് ഇങ്ങനെ ഫുള്ളും തവിടായിരിക്കും, ചില സമയത്ത് നല്ല മാവായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ മാവ് എന്തായാലും കലക്കിയെന്ന് പറയാം. പൂരി നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ പരിപാടി. ഇനി തേങ്ങയിലും പോട്ടെ, ചീരയിൽ കുറച്ച് തേങ്ങയും കൂടെ ചിരവിയിട്ട് അത് ഇറക്കി വെച്ചാൽ ആ പരിപാടി അങ്ങോട്ട് കഴിയും. സാമ്പാർ തിളച്ച് മറിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുമായിരുന്നു, അത് ഇറക്കി മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി. ഇനി കുറച്ച് മാവിരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഓർത്തെന്നാൽ ചപ്പാത്തി ആക്കിയേക്കാം കുറച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് രാവിലെ ചപ്പാത്തിയും കഴിക്കാമല്ലോ എണ്ണയില്ലാതെ. അപ്പോൾ ഒരേ കല്ലിൽ 2 മാങ്ങ എന്നുള്ള രീതിയിൽ എന്തൊക്കെ എളുപ്പപ്പൊടിയുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം. അടുക്കളയിലാണ് നമ്മുടെ പരീക്ഷണവും പാചകവും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ സാൻഡ്രയ്ക്ക് രാവിലെ പനി ആയതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൂരിയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പോവാ ജോലിക്ക്. അപ്പോൾ എല്ലാവരും മഴയിൽ സൂക്ഷിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. എന്നാൽ ഞാൻ പോയി വരാം. ബൈ.